സാർ, SC/ST പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് കുടിശ്ശിക ഇടാതെ വിതരണം ചെയ്യാനുള്ള നടപടി ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. സാർ, ഓരോ വർഷവും ഈ ഇനത്തിൽ ബഡ്ജറ്റിൽ നീക്കിവയ്ക്കുന്ന തുക മുൻ വർഷത്തെ കുടിശ്ശിക നൽകാനാണ് വിനിയോഗിക്കുക. അതാത് വർഷം അവർക്ക് ലഭിക്കേണ്ട ധനസഹായം അതാത് വർഷം തന്നെ നൽകാനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. 2.5 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള SC വിദ്യാർത്ഥികളുടെ 60%, ST വിദ്യാർത്ഥികളുടെ 75% തുക കേന്ദ്ര ധനസഹായമായി അനുവദിക്കുന്നുണ്ട്. അതുപോലും അതാത് വർഷം നൽകാനുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്ന കാര്യവും കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ നോൺ CSS കാറ്റഗറിയിലെ SC പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള കുടിശ്ശിക 230 കോടി രൂപയാണ് സാർ. CS വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 43 കോടി രൂപയും ST വിഭാഗത്തിൽപ്പെട്ട കുടിശ്ശിക 38.66 കോടി രൂപയുമാണ്. ഇതെല്ലാം അടിയന്തരമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാകണം സാർ. അടുത്ത അധ്യയന വർഷം മുതൽ അതാത് വർഷത്തെ ധനസഹായം അതാത് വർഷം തന്നെ നൽകാനുള്ള ക്രമീകരണം കൂടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനോട് അനുവദിക്കുക. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി. സാർ, പട്ടികജാതി വിഭാഗക്കാരായ കുട്ടികൾക്ക് 2023-24 വരെ നൽകുവാനുള്ള മുഴുവൻ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സാർ, വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ കുറവുള്ള പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികൾക്ക് മാത്രമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുന്നത്. പട്ടികജാതി വിഭാഗക്കാരായ കുട്ടികൾക്ക് കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള പോസ്റ്റ് മെട്രിക് ആനുകൂല്യം അനുവദിക്കുന്നതിനുള്ള ആനുപാതിക സംസ്ഥാന വിഹിതമായി നടപ്പു വർഷം 73 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഈ തുക പൂർണ്ണമായും ചെലവഴിച്ചതിനെ തുടർന്ന് 43.77 കോടി രൂപ ഉപധന്യാഭ്യർത്ഥന വഴി അധികമായി വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര പദ്ധതി പ്രകാരം 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനം നിശ്ചയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അർഹരായ മുഴുവൻ കുട്ടികൾക്കും വരുമാന പരിധി കണക്കിലെടുക്കാതെ സംസ്ഥാന സർക്കാർ അധിക തുക വകയിരുത്തി ധനസഹായം നൽകുന്നുണ്ട് സർ. അതിനായി നടപ്പു വർഷത്തെ ബജറ്റ് വിഹിതമായ 150 കോടി രൂപയും അധിക ധനാനുമതി വഴി അനുവദിച്ച 110 കോടി രൂപയും ഉപധനാഭ്യർത്ഥന വഴി അനുവദിച്ച 25.19 കോടി രൂപയും ചേർത്ത് ആകെ 285.19 കോടി അനുവദിച്ചിട്ടുണ്ട് സർ. ബജറ്റ് വിഹിതത്തിൻ്റെ ഇരട്ടി തന്നെ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് സാർ. പട്ടികജാതി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ആനുപാതിക വിഹിതമായി 8 കോടി രൂപയും സംസ്ഥാനം നേരിട്ട് നടത്തുന്ന പദ്ധതികൾക്കായി 166 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നോൺ പ്ലാൻ ശീർഷകത്തിൽ 18 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്ത് പട്ടികജാതി വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് ആനുകൂല്യം നൽകുന്നതിനായി നടപ്പ് വർഷം ഇതുവരെ 594.15 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 2024-25 വർഷം ഇതുവരെ ക്ലെയിം ചെയ്ത മുഴുവൻ തുകയും അനുവദിക്കുന്നതിനുള്ള തുക വകയിരുത്തി നൽകിയിട്ടുണ്ട്. ഇതുവരെ ക്ലെയിം ചെയ്തിട്ടുള്ള മുഴുവൻ തുകയും സാർ, ഇവിടെ ക്ലെയിം പലപ്പോഴും വരുന്നില്ല എന്നുള്ളതും വളരെ 2, 3, 4 വർഷം മുമ്പുള്ള ക്ലെയിമുകളൊക്കെ വരുന്നു എന്നുള്ളൊരു സ്ഥിതി ആ വകുപ്പിലെ പലത്തും ആവശ്യപ്പെടുന്നിടത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ളതെല്ലാം വകയിരുത്തിട്ട് നൽകിയിട്ടുണ്ട് സാർ. പട്ടികജാതി സ്കോളർഷിപ്പ് ആനുകൂല്യം നൽകുന്നതിനായി കേന്ദ്ര പദ്ധതിയുടെ ആനുപാതിക സംസ്ഥാന വിഹിതവും സംസ്ഥാന പദ്ധതി വിഹിതവും ചേർത്ത് 2021-22 മുതൽ അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു. 2021-22 456.32 കോടി രൂപ, 2022-23 360.76 കോടി രൂപ, 2023-24 505.75 കോടി രൂപ. സർ, പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ് പദ്ധതിയിലും 2.5 ലക്ഷം രൂപ എന്ന വാർഷിക വരുമാന നിബന്ധന കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വരുമാനമുള്ള കുട്ടികൾക്കുള്ള മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. സർ, പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളുടെ ആനുപാതിക സംസ്ഥാന വിഹിതവും സംസ്ഥാനം നേരിട്ട് നടത്തുന്ന പദ്ധതികൾക്കുള്ള വിഹിതവും ചേർത്ത് നടപ്പ് വർഷം ആകെ 71.82 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള സ്കോളർഷിപ്പ് പദ്ധതിയിൽ യാതൊരു വിധ കുടിശ്ശികയുമില്ല. പട്ടികവർഗ സ്കോളർഷിപ്പ് ആനുകൂല്യം നൽകുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയുടെ ആനുപാതിക സംസ്ഥാന വിഹിതവും സംസ്ഥാന പദ്ധതി വിഹിതവും ചേർത്ത് 2021-22 മുതൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു. 2021-22 60.76 കോടി രൂപ, 22-23 57.88 കോടി രൂപ, 2023-24 72.3 കോടി രൂപ.